ഹായ് ഗായ്സ്, ഐ എം ലിയ ആൻഡ് അഞ്ജലീന. ഐ എം ന്യൂ ടു യൂട്യൂബ് ചാനൽ. മാത്രമല്ല ഇതിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അടിയിലൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് കിട്ടുമല്ലോ, ആ സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് മേടിക്കുമ്പോൾ അടിയിലുണ്ടാവണ ഈ കട്ടിയുള്ള സാധനം ഒന്നും ആരും കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൂടെ അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫോം ബോർഡാണ്. ഫോം ബോർഡ് എന്താ യൂസ് ചെയ്ത് വെച്ചാൽ എൻ്റെ അടുത്ത് ഫോം ബോർഡ് ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല അത് ഒട്ടിക്കാനും പിന്നെ ഒരു ഫിനിഷിങ് കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഫോം ബോർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോം ബോർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വലുപ്പത്തിൽ ഇതിൽ കാണുന്ന പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 3 കമ്പാർട്ട്മെൻറ്റ് വരുന്ന രീതിയിലുള്ള ഓർഗനൈസറാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അത് കയ്യിൽ നന്നായിട്ട് ഒട്ടും. മാത്രമല്ല ഒട്ടിച്ച് വരുന്ന സമയത്ത് ഇടയ്ക്കൊരു പുകയൊക്കെ വരും, അത് മൂക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പാരൻസിനെ കൂടി സഹായത്തിന് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസർ വന്നിട്ട്. ഒന്നും കൂടി ക്യൂട്ടായി കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോ കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓക്കെ ഗൈസ്, ബൈ.